ഹായ് എവരി വൺ. അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡൊമസ്റ്റിക് അപ്ലയൻസസ് ആണ്. ഇപ്പോൾ ഡൊമസ്റ്റിക് അപ്ലയൻസസ് എന്ന് പറയുന്നത് കീഴിൽ വരുന്ന കുക്കിംഗ് റേഞ്ച്, അതുപോലെ വാഷിംഗ് മെഷീൻ, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അപ്ലയൻസസ് നമ്മൾ യൂസ് ചെയ്യുന്ന, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കുക്കിംഗ് റേഞ്ച്, ഇലക്ട്രിക് കുക്കിംഗ് റേഞ്ചിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്, അതിൻ്റെ പാർട്സ് എങ്ങനെയാണ് എന്നൊക്കെ നോക്കാം. അപ്പോൾ ജസ്റ്റ് നമ്മൾ ടോപ്പിക്കിലേക്ക് കിടക്കുന്നതിൻ്റെ മുന്നേ ന്യൂട്രലിൻ്റെയും എർത്തിൻ്റെയും കോൺസെപ്റ്റ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ഫസ്റ്റ് കമ്പാരിസൺ ആയിട്ട് എടുക്കുകയാണെങ്കിൽ എർത്തും ന്യൂട്രലും ഉണ്ട്. എർത്ത് എന്ന് പറയുമ്പോൾ ദ പോയിന്റ് കണക്റ്റഡ് ടു ദ ഗ്രൗണ്ട്, ദാറ്റ് ഈസ് എർത്ത് ലോക്കലി അറ്റ് ദ കൺസ്യൂമർ പ്രമിസസ്. ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്യുന്ന പോയിന്റിനെയാണ് നമ്മൾ എർത്ത് എന്ന് പറയണത്. അതായത് ലോക്കൽ, അതായത് കൺസ്യൂമർ പ്രമിസസിൽ എർത്തുമായിട്ട് ലോക്കലി കണക്ട് ചെയ്യുന്ന പോയിന്റിനെയാണ് നമ്മൾ എർത്ത് എന്ന് പറയുക. ന്യൂട്രൽ എന്ന് പറയുമ്പോൾ ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറി, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറിയിൽ സ്റ്റാർ പോയിന്റ് ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറാണ്. ആ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൻ്റെ കോമൺ പോയിന്റ്, അപ്പോൾ അതിൻ്റെ ആ സ്റ്റാർ പോയിന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ന്യൂട്രൽ എന്ന് പറയുന്നത്. കൺസ്യൂമർ സൈഡിലേക്കുള്ള സ്റ്റാർ പോയിന്റിനെയാണ് ന്യൂട്രൽ എന്ന് പറയുന്നത്. ദെൻ എർത്താണെങ്കിൽ ക്യാരി നോ കറണ്ട് ഇൻ നോർമൽ സിറ്റുവേഷൻ. എർത്തിലെ നോർമൽ സിറ്റുവേഷനിൽ കറണ്ട് ഒന്നും ഉണ്ടാവില്ല. ഫോൾട്ടോ അല്ലെങ്കിൽ ഷോർട്ട് എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ മാത്രമേ ആ എക്സ്ട്രാ വരുന്ന കറണ്ട് എർത്തിലൂടെ പാസ് ചെയ്ത് പോവുള്ളൂ. അത് എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? ടു എൻഷുർ ദ സേഫ്റ്റി ഓഫ് എക്യുപ്മെൻറ്റ് ആൻഡ് പേഴ്സണൽ. അത് ഉപയോഗിക്കുന്ന ആളുടെയും അതുപോലെ അത് കണക്ട് ചെയ്തിട്ടുള്ള എക്യുപ്മെൻറ്റിൻ്റെയും സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എർത്ത് പോയിന്റ് കണക്ട് ചെയ്യണത്. ന്യൂട്രൽ ആണെങ്കിൽ ടു ക്ലോസ് ദ സർക്യൂട്ട് ആൻഡ് ക്യാരി ദ കൺസ്യൂമർ ലോഡ് കറണ്ട്. സർക്യൂട്ട് ക്ലോസ് ചെയ്യാനും കൺസ്യൂമർ ലോഡ് കറണ്ട് ക്യാരി ചെയ്യാനും വേണ്ടിയിട്ട് ബാക്ക് ടു ദ ട്രാൻസ്ഫോമർ. അപ്പോൾ അവിടെ നിന്നും ന്യൂട്രലിലേക്ക് നമ്മൾ സപ്ലൈ കൊടുത്തു. സിംഗിൾ ഫേസ് സപ്ലൈ ആണെന്നുണ്ടെങ്കിൽ കൺസ്യൂമർ സൈഡിലേക്ക് നമ്മളൊരു സിംഗിൾ ഫേസ് സപ്ലൈ കൊടുത്തു. ആ കറണ്ടിനുള്ള റിട്ടേൺ പാത്തായിട്ട് തിരിച്ച് ട്രാൻസ്ഫോമറിലേക്ക് തന്നെ റിട്ടേൺ പാത്ത് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ന്യൂട്രൽ സർക്യൂട്ട് കൊടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ സർക്യൂട്ട് ക്ലോസ് ചെയ്യാനായിട്ട്. ഡൊമസ്റ്റിക് അപ്ലയൻസസ് എന്ന് പറയുമ്പോൾ നമ്മൾ നോർമലായിട്ട് ഹൗസ് ഹോൾഡ് പർപ്പസിന് വേണ്ടിയിട്ട് കുക്കിങ്ങിന്, വാഷിങ്ങിന്, ക്ലീനിങ്ങിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സിനെ അല്ലെങ്കിൽ മെഷീൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡൊമസ്റ്റിക് അപ്ലയൻസസ് എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് ഇലക്ട്രിക് കുക്കിംഗ് റേഞ്ച്. ഇലക്ട്രിക് കുക്കിംഗ് റേഞ്ച് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് എൻ ഓവൻ ആൻഡ് ഹോട്ട് പ്ലേറ്റ്. ഒരു ഓവൻ്റെയും ഹോട്ട് പ്ലേറ്റിൻ്റെയും കോമ്പിനേഷൻ വരുന്നതാണ് ഇലക്ട്രിക് കുക്കിംഗ് റേഞ്ച് എന്ന് പറയുന്നത്. ഹൈലി എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഹീറ്റിംഗ് എലമെൻറ്റ്സ് ആണ് അതിൻ്റെ അകത്തുള്ളത്. ബെറ്റർ കുക്കിംഗ് കൺട്രോളാണ്, നമുക്ക് അതിൻ്റെ ഹീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനായിട്ടും കുറച്ചും കൂടെ പ്രൊവിഷ്യൻസി കൂടുതലാണ്. ആൻഡ് ഹാസ് ഷെൽഫ് ടൈപ്പ് ഓവൻ ആണുള്ളത്. ഫിംഗർ ടിപ്പ് കൺട്രോളുകളുണ്ട്. ആൻഡ് ഡിസൈൻസ് ടു ഫിറ്റ് ഓൾമോസ്റ്റ് എവറി പോസിബിൾ കിച്ചൺ നീഡ്. അപ്പോൾ ഒരുവിധം എല്ലാ ടൈപ്പ് കിച്ചൻ്റെയും ആവശ്യങ്ങളെ നമുക്ക് നടത്താവുന്ന രീതിയിലുള്ള ഡിസൈനാണ് ഈ ഇലക്ട്രിക് കുക്കിംഗ് റേഞ്ചിന് വരുന്നത്. അപ്പം ഇലക്ട്രിക് കുക്കിംഗ് റേഞ്ചിൻ്റെ ഒരു നോർമൽ ഫിഗറാണ് അല്ലെങ്കിൽ ഡയഗ്രാമാണ് റൈറ്റ് സൈഡിൽ കാണിച്ചിട്ടുള്ളത്. Then the surface heating units are set in the top of the range and the electric connections of these units are carried in the space between the top of the range. അപ്പോൾ ഈ റേഞ്ചിൻ്റെ ടോപ്പിൽ സർഫസ് ഹീറ്റിംഗ് യൂണിറ്റ്സ് മേലെ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഇലക്ട്രിക് കണക്ഷൻസ് എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ ഏതിലൂടെയാണ്, ദ സ്പേസ് ബിറ്റ്വീൻ ദ ടോപ്പ് ഓഫ് ദ റേഞ്ചിൻ്റെ തൊട്ട് താഴെയുള്ള ആ ഒരു സ്പേസിലൂടെയാണ് ഇലക്ട്രിക് കണക്ഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. And oven controls are also kept in the top but in separate elevated pedestal. അതായത് ഓവൻ കൺട്രോളും ടോപ്പിലായിട്ടാണ് അതിൻ്റെ ഓവൻ്റെ കൺട്രോൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇത് മേലെ നമുക്ക് നോക്കിയാൽ കാണാം, ഇതിൻ്റെ ഗ്യാസിന് ഹോട്ട് ടോപ്പിന് വേണ്ടിയിട്ടുള്ള, ഹോട്ട് പ്ലേറ്റിന് വേണ്ടിയിട്ടുള്ള ഇലക്ട്രിക് കണക്ഷൻസും അതുപോലെ ഓവനിന് വേണ്ടിയിട്ടുള്ള കൺട്രോളുകളും, രണ്ട് കൺട്രോളുകളും മേലെ കൊടുത്തതായിട്ട് കാണാം. ടൈമർ ഉണ്ട്, ഓവൻ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് തെർമോസ്റ്റാറ്റ് മേലെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഓവൻ്റെ സ്വിച്ചും ഉണ്ട്. സർഫസിൽ കുക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള സ്വിച്ച്, അതിൻ്റെ കൺട്രോളും എല്ലാം മേലെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ സെപ്പറേറ്റ് ആയിട്ടുള്ള എലിവേറ്റഡ് പെഡസ്റ്റലിലാണ് ഇതെല്ലാം കൊടുത്തിട്ടുള്ളത്. ദെൻ പാർട്സ് ഓഫ് എ കുക്കിംഗ് റേഞ്ച്. ഒരു കുക്കിംഗ് റേഞ്ചിൻ്റെ പാർട്സ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് വരുന്നത് സർഫസ് ഹീറ്റിംഗ് എലമെൻറ്റ്സ് ആണ്. സർഫസ് ഹീറ്റിംഗ് എലമെൻറ്റ്സിൽ നമ്മൾ നിക്രോം എലമെൻ്റ് ആണ്, അത് മെറ്റൽ ട്യൂബിൻ്റെ അകത്ത് എൻക്ലോസ് ചെയ്ത് വരുന്ന അല്ലെങ്കിൽ എൻകേസ് ചെയ്ത് വരുന്ന രീതിയിലുള്ള നിക്രോം എലമെൻ്റ് ആണ് സർഫസ് ഹീറ്റിംഗ് എലമെൻ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. മെറ്റൽ ട്യൂബ് മാഗ്നീഷ്യം ഓക്സൈഡ് ഉപയോഗിച്ചിട്ട് ഇൻസുലേറ്റ് ചെയ്തിട്ടുണ്ടാകും. ദിസ് എൻക്ലോസ്ഡ് സർഫസ് ഹീറ്റിംഗ് എലമെൻറ്റ് മോർ എഫിഷ്യൻറ്റ്, മോർ ഡ്യൂറബിൾ ആൻഡ് സേഫ് ടു ഹാൻഡിൽ. ഈ എൻക്ലോസ് ചെയ്ത ഹീറ്റിംഗ് എലമെൻ്റ് എന്ന് പറയുന്നത് മോർ എഫിഷ്യൻ്റ് ആണ്, അതുപോലെ മോർ ഡ്യൂറബിൾ ആണ്.
ഹാൻഡിൽ ചെയ്യാൻ കുറച്ചും കൂടെ സേഫ് ആയിട്ടുള്ളൊരു കൺസ്ട്രക്ഷനാണ്. ദെൻ സ്റ്റെപ്പ് അല്ലെങ്കിൽ സെലക്ടർ സ്വിച്ചസ്, നമുക്ക് ഡിഫറെൻറ്റ് സ്റ്റെപ്പായിട്ട് ഹീറ്റ് സെലക്ട് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. റോട്ടറി സ്വിച്ച് വിച്ച് ക്യാൻ സെലക്ട് 4 or 6 ഡിഫറെൻറ്റ് ഹീറ്റ്, 6 അല്ലെങ്കിൽ 4 ഡിഫറെൻറ്റ് ഹീറ്റ് എന്ന് പറയുമ്പോൾ അവർ ഡിഫറെൻറ്റ് വോൾട്ടേജ് ലെവലാണ് എടുക്കുന്നത്, ഡിഫറെൻറ്റ് പവർ ലെവലാണ് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്ന ഒരു റോട്ടറി സ്വിച്ച് അവൈലബിൾ ആണ്. ഫിഗറിൽ നോക്കിയാൽ കാണാം, ഇവിടെ ഇപ്പം ഒരു സ്വിച്ച് 4 പൊസിഷനിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന റോട്ടറി സ്വിച്ചാണ് അവിടെ കാണിച്ചിട്ടുള്ളത്. ഇനി ദ സ്റ്റെപ്പ് സ്വിച്ച് കണക്റ്റഡ് 2 or 3 elements to 240 volt, 240 വോൾട്ടിലേക്ക് 2 അതിലധികം 2 or 3 എലമെൻറ്റ്സ് കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. And the total circuit resistance or the voltage is changed to provide different heat. അപ്പോൾ ടോട്ടൽ സർക്യൂട്ട് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ വോൾട്ടേജ് മാറ്റി കൊടുത്തുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ ഹീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഡിഫറെൻറ്റ് ഹീറ്റ് പോസിബിളാണ്. ഡിഫറെൻറ്റ് ഹീറ്റിൽ നമുക്കിത് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ഡിഫറെൻറ്റ് ഹീറ്റിൽ നമ്മൾ വർക്ക് ചെയ്യുന്നത് അതിൻ്റെ വോൾട്ടേജ് ലെവലും അതുപോലെ അതിൻ്റെ സർക്യൂട്ട് റെസിസ്റ്റൻസ് മാറ്റി കൊടുക്കുന്നതിനനുസരിച്ചാണ് നമുക്കങ്ങനെ ഡിഫറെൻറ്റ് ഹീറ്റിൽ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അല്ലെങ്കിൽ വോൾട്ടേജ് മാറ്റി കൊടുക്കുക. ഫിഗറിൽ നോക്കിയാൽ കാണാം, ഫസ്റ്റ് കണക്ഷന് 240 വാട്ട്, ദെൻ നെക്സ്റ്റ് 300 ആണ്, ദെൻ 1200 വാട്ട്സ് ഉണ്ട്, 1500 വാട്ട്സ്, അങ്ങനെ ഡിഫറെൻറ്റ് വാട്ട്സിലായിട്ട് നമുക്ക് കണക്ട് ചെയ്തതിന് യൂസ് ചെയ്യാവുന്നതാണ്. ഓവൻ യൂണിറ്റ് ആണെങ്കിൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 ഹീറ്റിംഗ് എലമെൻറ്റ്സ്. ഓവൻ യൂണിറ്റിൽ 2 ഹീറ്റിംഗ് എലമെൻ്റ് ആണുള്ളത്. ഒന്ന് അപ്പർ എലമെൻറ്റും ഉണ്ട്, അതുപോലെ ഒരു ലോവർ എലമെൻറ്റും ഉണ്ട്. ഓവൻ ഹീറ്റ് ഈസ് നോർമലി കൺട്രോൾഡ് ബൈ തെർമോസ്റ്റാറ്റ് ആൻഡ് ടൈമിംഗ് ഡിവൈസ്. ഓവൻ്റെ ഹീറ്റ് കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു തെർമോസ്റ്റാറ്റ് സ്വിച്ചും ഉണ്ട്, അതുപോലെ ഒരു ടൈമിംഗ് ഡിവൈസും ഉണ്ട്, മേലൊരു ടൈമർ വെച്ചിട്ടുണ്ട്. In an oven electric circuit, the broil unit is constructed by stringing the element through the frame in 2 separate coil. ഓവൻ യൂണിറ്റ് ആണെങ്കിൽ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട് 2 യൂണിറ്റാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഒരു ബ്രോയിൽ യൂണിറ്റും ഉണ്ട്, അതുപോലെ ഒരു ബേക്ക് യൂണിറ്റും ഉണ്ട്. രണ്ടും സെപ്പറേറ്റ് ആയിട്ടുള്ള രീതിയിലാണ് അതിൻ്റെ കോയിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അകത്ത് ബ്രോയിൽ യൂണിറ്റ് ആണെന്നുണ്ടെങ്കിൽ സ്ട്രിങ് ചെയ്തിട്ടുള്ളത് എലമെൻറ്റ് ത്രൂ ദ ഫ്രെയിം ഇൻ 2 സെപ്പറേറ്റ് കോയിൽ, 2 സെപ്പറേറ്റ് കോയിലായിട്ടാണ് ബ്രോയിൽ യൂണിറ്റ് ഫ്രെയിമിൻ്റെ മേലെ സ്ട്രിങ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ബേക്ക് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ താഴെ കൊടുത്തിട്ടുള്ള പോർഷൻ ആണെന്നുണ്ടെങ്കിൽ ഒരൊറ്റ കോയിൽ മാത്രമേ അതിന് യൂസ് ചെയ്തിട്ടുള്ളൂ. Nowadays, instead of thermostat switch, the typical infinite heat switches are used. ഇപ്പോൾ പുതുതായിട്ട് വരുന്ന ടൈപ്പ് ഓവൻ യൂണിറ്റിലൊക്കെ തെർമോസ്റ്റാറ്റ് സ്വിച്ചിന് പകരം ടിപ്പിക്കലായിട്ടുള്ള ഇൻഫിനിറ്റ് ഹീറ്റ് സ്വിച്ചസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് നെക്സ്റ്റ് ഇലക്ട്രിക് റേഞ്ചസിൻ്റെ, അതുപോലെ ഇലക്ട്രിക് കുക്കിംഗ് റേഞ്ചിൻ്റെ ട്രബിൾ ഷൂട്ടിംഗ്, അതിൻ്റെ പ്രോബ്ലംസ്, ഒക്കെയർ ചെയ്യാവുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ്, പോസിബിൾ കോസസ് എന്തൊക്കെയാണ്, അതുപോലെ അതിൻ്റെ കറക്റ്റീവ് ആക്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിൽ ഫസ്റ്റ് പ്രോബ്ലം വരാനായിട്ട് സാധ്യതയുള്ളത് ഓവൻ വിൽ നോട്ട് ഹീറ്റ്, ഓവൻ ഹീറ്റ് ആവുന്നില്ല. എന്തായിരിക്കും അതിൻ്റെ കാരണങ്ങൾ? ഒന്നുകിൽ സെലക്ടർ സ്വിച്ച് ഓഫ് ആയിരിക്കും, അങ്ങനെയാണെങ്കിൽ നമ്മൾ സെലക്ടർ സ്വിച്ച് സെറ്റ് ചെയ്യാം. ഫ്യൂസ് ബ്ലോൺ ഔട്ട് ആയിട്ട് പോയിട്ടുണ്ടാവാം, അങ്ങനെയാണെങ്കിൽ ഫ്യൂസ് ചെക്ക് ചെയ്യാം. ഇനോപ്പറേറ്റീവ് ആയിട്ടുള്ള ഓവൻ കൺട്രോൾ ഇനോപ്പറേറ്റീവ് ആയിരിക്കും, പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാവില്ല, അങ്ങനെയാണെങ്കിൽ കൺട്രോൾ ചെക്ക് ചെയ്യാം. ദെൻ ഓപ്പൺ സർക്യൂട്ട് ഇൻ ഓവൻ എലമെൻറ്റ്, ഓവൻ്റെ എലമെൻറ്റിനകത്ത് അതായത് ഹീറ്റിംഗ് എലമെൻറ്റിൽ ഓപ്പൺ സർക്യൂട്ട് വരികയാണെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് ഹീറ്റ് ആവില്ല. സർക്യൂട്ട് കംപ്ലീറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് ഹീറ്റ് ആവില്ല. നമ്മൾ അതിൽ സർക്യൂട്ടിൻ്റെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാം. ലൂസ് കണക്ഷൻ ഉണ്ടോ നോക്കുക, അങ്ങനെയാണെങ്കിൽ എല്ലാ കണക്ഷൻസും നമ്മൾ ടൈറ്റൻ ചെയ്യാം. ടൈമർ ഇനോപ്പറേറ്റീവ് ആണെങ്കിൽ ടൈമർ ഇനോപ്പറേറ്റീവ് ആണെന്നുണ്ടെങ്കിൽ പ്രോപ്പർ ടൈമിങ് സെറ്റ് ചെയ്യാം. ദെൻ ഓവൻ ടു ഹോട്ട് ഓർ കോൾഡ്, ഓവൻ ഒന്നുകിൽ ടു ഹോട്ട് ആവുക അല്ലെങ്കിൽ ഒരുപാട് കോൾഡ് ആവുക. തെർമോസ്റ്റാറ്റിൻ്റെ കാലിബ്രേഷനിൽ വരുന്ന പ്രോബ്ലം കൊണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ തെർമോസ്റ്റാറ്റ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക. തെർമോസ്റ്റാറ്റ് അതിൻ്റെ ഹീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾ അതിനെ കാലിബ്രേറ്റ് ചെയ്ത് വെച്ചതിൽ എന്തെങ്കിലും തെറ്റുണ്ടായിരിക്കും. അപ്പോൾ അത് നമ്മൾ ചെക്ക് ചെയ്യുക. ദെൻ ഇംപ്രോപ്പർ ഓവൻ ഡോർ ഫിറ്റ്, ഓവൻ്റെ ഡോറ് പ്രോപ്പറായിട്ട് ഫിറ്റായിട്ട് നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിലും, അത് പ്രോപ്പറായിട്ട് സീലായി ഫിറ്റായി നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിലും അവിടെ ചൂട് കയറാത്ത പ്രശ്നം ഉണ്ടാവും. സോ നമ്മൾ എന്ത് ചെയ്യുക, അതിന് ഡോറിൻ്റെ സീലും അതുപോലെ ഫിറ്റും പ്രോപ്പറാണോ എന്ന് ചെക്ക് ചെയ്യുക. ഓവൻ വിൽ നോട്ട് ടേൺ ഓഫ്, ഓവൻ ഓഫ് ആവുന്നില്ല. ഒരു പ്രോപ്പർ ടൈമിംഗ് എത്തിക്കഴിഞ്ഞാൽ ടൈമറിൽ വർക്ക് ചെയ്യുന്ന സമയത്തേക്ക് ഓവൻ ഓഫ് ആവേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഓഫ് ആവുന്നില്ല എന്നുണ്ടെങ്കിലും അതുപോലെ ഇനോപ്പറേറ്റീവ് ആയിട്ടുള്ള സെലക്ടർ സ്വിച്ച് ആയിരിക്കും. സെലക്ടർ സ്വിച്ചിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ സെലക്ടർ സ്വിച്ച് ഓപ്പറേറ്റ് ചെയ്യിക്കുക, ചെക്ക് ചെയ്യിക്കുക. അതല്ലെങ്കിൽ ഇനോപ്പറേറ്റീവ് ടൈമർ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാവില്ല, ടൈമർ സെറ്റിംഗ് മാറ്റി കൊടുക്കുക. ദെൻ ഓവൻ ഇൻറ്റീരിയർ ലൈറ്റ് ഡസ് നോട്ട് ലൈറ്റ്, ഓവൻ്റെ ഇൻറ്റീരിയർ ലൈറ്റ് വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ബൾബ് വർക്ക് ചെയ്യുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ലോസ് കണക്ഷൻ ആയിരിക്കും. ഒന്നുകിൽ ബൾബിൻ്റെ കംപ്ലയിൻ്റ് ആണെങ്കിൽ ബൾബ് റീപ്ലേസ് ചെയ്ത് കൊടുക്കുക, അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ കണക്ഷൻ ടൈറ്റൻ ചെയ്ത് കൊടുക്കുക.
ലൈറ്റ് സ്വിച്ചിൽ എന്തെങ്കിലും പ്രോപ്പറായിട്ട് വർക്കിംഗ് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സ്വിച്ച് റീപ്ലേസ് ചെയ്ത് കൊടുക്കുക. ലൂസ് കണക്ഷൻ ആണെന്നുണ്ടെങ്കിൽ കണക്ഷൻസ് എല്ലാം ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ ഓവൻ ഡോർ ഓപ്പൺസ് അണ്ടർ ഹീറ്റായിട്ടിരിക്കുന്ന കണ്ടീഷനിൽ ഓവൻ്റെ ഡോർ ഓപ്പൺ ആവുകയാണെന്നുണ്ടെങ്കിൽ ഡോർ നീഡ്സ് അഡ്ജസ്റ്റ്മെൻറ്റ്. ഡോറിന് എന്ത് ചെയ്യണം, ഡോറിൻ്റെ സീലും ഫിറ്റും ഒക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക. ദെൻ ലൂസ് ഓർ വേൺ പിൻ, അത് ഡോറിൻ്റെ പിന്നെ വേണായിട്ടായി പോവുക അല്ലെങ്കിൽ ലൂസായി പോവുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ ബ്രാക്കറ്റ് റീപ്ലേസ് ചെയ്ത് കൊടുക്കുക. ഓവൻ ഡോർ ഡ്രോപ്സ് ഡൗൺ, ഓവൻ ഡോർ അടഞ്ഞിരിക്കാതെ താഴേക്ക് വീഴുകയാണെന്നുണ്ടെങ്കിലും ഇവിടെ ഹിഞ്ച് ബ്രാക്കറ്റിനകത്ത് വേൺ ഔട്ടായി പോയിട്ടുണ്ടാകും. അതിൻ്റെ ഡോറിൻ്റെ ഹിഞ്ച് ബ്രാക്കറ്റ് വേൺ ഔട്ടായി പോയിട്ടുണ്ടെങ്കിലും സെയിം കണ്ടീഷൻ ഉണ്ടാവാറുണ്ട്. നമ്മൾ എന്ത് ചെയ്യുക, ബ്രാക്കറ്റ് റീപ്ലേസ് ചെയ്ത് കൊടുക്കുക. ദെൻ ടൈമർ ഡസ് നോട്ട് ഓപ്പറേറ്റ് പ്രോപ്പർലി, ടൈമർ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻകറക്റ്റ് സെറ്റിംഗ് ആയിരിക്കും. അതിൻ്റെ ഓണേഴ്സിൻ്റെ മാനുവൽ റെഫർ ചെയ്യുക, എന്നിട്ട് ടൈമർ ഓപ്പറേഷൻ നമ്മൾ ചെക്ക് ചെയ്യുക. ലൂസ് കണക്ഷൻ ആണെന്നുണ്ടെങ്കിൽ കണക്ഷൻ ടൈറ്റൻ ചെയ്ത് കൊടുക്കുക. ഇനോപ്പറേറ്റീവ് ആയിട്ടുള്ള മോട്ടർ, അതിൻ്റെ മോട്ടർ ഇനോപ്പറേറ്റീവ് ആണെങ്കിൽ മോട്ടർ റീപ്ലേസ് ചെയ്ത് കൊടുക്കുക. ഇനോപ്പറേറ്റീവ് മെക്കാനിസം ആണെന്നുണ്ടെങ്കിൽ ടൈമർ റീപ്ലേസ് ചെയ്ത് കൊടുക്കുക. ദെൻ ടൈമർ വിൽ നോട്ട് കൺട്രോൾ ഓഫൻ, ടൈമർ കൺട്രോൾ അവിടെ നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കണക്ഷനിലെ പ്രോബ്ലം ആയിരിക്കും. വയറിങ് ചെക്ക് ചെയ്യുക. ഇനോപ്പറേറ്റീവ് ആയിട്ടുള്ള ടൈമർ ആണെന്നുണ്ടെങ്കിൽ ടൈമർ റീപ്ലേസ് ചെയ്ത് കൊടുക്കുക. സെലക്ടർ സ്വിച്ച് കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് സെറ്റ് ചെയ്യുക. ദെൻ ഓവൻ ഡ്രിപ്സ് വാട്ടർ ഓർ സ്വെറ്റ്, ഓവൻ്റെ പുറത്തായിട്ട് ഇങ്ങനെ ഓവൻ്റെ അകത്തോ അല്ലെങ്കിൽ പുറത്തോ തന്നെ വെള്ളം ഇറ്റുന്ന ഒരു അവസ്ഥ വരികയാണ്. ഇത് ഹീറ്റ് നിൽക്കാതെ വെള്ളം സ്വെറ്റിങ് വരിക അല്ലെങ്കിൽ ഓവൻ്റെ പുറത്തായിട്ട് സ്വെറ്റിങ് വരികയാണെന്നുണ്ടെങ്കിൽ ഓവൻ നോട്ട് പ്രീ ഹീറ്റഡ് വിത്ത് ഡോർ ഓപ്പൺ, ഓവൻ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ടാവില്ല, ഡോർ ഓപ്പൺ ആക്കി വെച്ചിട്ട് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. നമ്മൾ എന്ത് ചെയ്യുക, ഓവൻ്റെ ഓപ്പറേഷൻ ചെക്ക് ചെയ്യുക. ടെമ്പറേച്ചർ വല്ലാണ്ട് കൂടുതലാണെങ്കിലും ഉണ്ടാവും. തെർമോസ്റ്റാറ്റ് കാലിബ്രേഷൻ നമ്മൾ ചെക്ക് ചെയ്യാം. ദെൻ ഡോർ ഡസ് നോട്ട് സീൽ അറ്റ് ദ ടോപ്പ്, ടോപ്പിൽ ഡോറ് പ്രോപ്പറായിട്ട് സീൽ ചെയ്ത് നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടാവും. ഓവൻ്റെ ഡോർ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാം. ദെൻ ക്ലോഗ്ഡ് ഓവൻ വെൻറ്റ്, ഓവൻ്റെ വെൻറ്റ് ക്ലോഗ് ചെയ്ത് കിടക്കുകയാണെങ്കിൽ ഉണ്ടാകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ വെൻറ്റ് ക്ലീൻ ചെയ്ത് കൊടുക്കുക. ദെൻ സർഫസ് യൂണിറ്റ് ഡസ് നോട്ട് ഹീറ്റ്, അതിൻ്റെ സർഫസ് യൂണിറ്റ് ഹീറ്റ് ആവുന്നില്ല, ഓവൻ്റെ സർഫസ് യൂണിറ്റ് ഹീറ്റ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ മെയിൻ ഫ്യൂസ് ബ്ലോൺ ഔട്ടായി പോയിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഫ്യൂസ് ചെക്ക് ചെയ്ത് കൊടുക്കുക. ദെൻ ലൂസ് കണക്ഷൻ ആവുകയാണെങ്കിലും ചാൻസ് ഉണ്ട്, ടൈറ്റൻ ചെയ്ത് കൊടുക്കുക. ഇനോപ്പറേറ്റീവ് ആയിട്ടുള്ള സ്വിച്ചിന് കംപ്ലയിൻറ്റ് വരികയാണെങ്കിൽ ഉണ്ടാവും. അതും നമുക്ക് എന്ത് ചെയ്യാം, സ്വിച്ച് റീപ്ലേസ് ചെയ്ത് കൊടുക്കാം. ഓപ്പൺ യൂണിറ്റ്, എവിടെയെങ്കിലും വയറിനകത്ത് അല്ലെങ്കിൽ കണക്ഷനിനകത്ത് ഓപ്പൺ സർക്യൂട്ട് വരികയാണെന്നുണ്ടെങ്കിൽ വയറിങ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക, ഓപ്പൺ സർക്യൂട്ട് വന്നിട്ടുണ്ടോ എന്ന്. ഇതിൻ്റെ കണക്ഷൻ ഇൻകറക്റ്റ് ആണെങ്കിലും ഉണ്ടാവും, നമ്മൾ വയറിംഗ് ഡയഗ്രാം ചെക്ക് ചെയ്യുക. ബ്രോക്കൺ വയർ ആണെങ്കിലും ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുക, ഓപ്പൺ സർക്യൂട്ട് വരും. ബ്രോക്കൺ വയർ വന്നു കഴിഞ്ഞാൽ ഓപ്പൺ സർക്യൂട്ട് വരും. കണ്ടിന്യൂറ്റി നമ്മൾ ചെക്ക് ചെയ്ത് പോകാം.